കായംകുളം നഗരസഭയിലെ UDF കൗൺസിലർമാർ റൂൾ 7 പ്രകാരം നോട്ടീസ് നടത്തി കൗൺസിൽ യോഗം ചേർന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ റിവിഷൻ പദ്ധതികൾ ചർച്ച കൂടാതെ പാസാക്കിയതിൽ പ്രതിഷേധിച്ചും അജണ്ടകൾ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും താലൂക്ക് ആശുപത്രിയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് UDFന്റെ കൗൺസിലർമാർ ഒപ്പിട്ട് കൗൺസിൽ വിളിച്ചത്. കായംകുളം നഗരസഭയിലെ UDF കൗൺസിലർമാർ റൂൾ 7 പ്രകാരം നോട്ടീസ് നടത്തി കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കായംകുളം നഗരസഭയിലെ 2024-2025 സാമ്പത്തിക വർഷത്തെ റിവിഷൻ പദ്ധതികൾ ചർച്ചകൾ കൂടാതെ പാസാക്കിയതിൽ പ്രതിഷേധിച്ചും ഈ അജണ്ടകൾ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും താലൂക്ക് ആശുപത്രിയിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുമാണ് UDF കൗൺസിലർമാർ കൗൺസിൽ വിളിച്ചത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി നഗരസഭ പല പദ്ധതികളും അവിടെ പ്രഖ്യാപിച്ചു ഗവൺമെൻറ്. പക്ഷേ ഇന്നും പാവപ്പെട്ട രോഗികൾക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത രീതിയിൽ നമ്മുടെ നഗരസഭയുടെ അധീനതയിലുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയിക്കൊണ്ടിരിക്കും. ഇതിനെതിരെ മാസങ്ങളായി കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങൾക്കും വളരെ വ്യക്തമായ രേഖാമൂലം കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് പോലും എന്തെങ്കിലും ഒരു അജണ്ട വെച്ച് അത് ചർച്ച ചെയ്യുവാൻ ഈ നഗരസഭ ഭരണ നേതൃത്വം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ചട്ടം റൂൾ 7 അനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൗൺസിൽ യോഗം വിളിക്കേണ്ടി വന്നത്. കോടിക്കണക്കിന് രൂപയാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. കായംകുളം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനത്തിൽ കോടിക്കണക്കിന് രൂപ. ഇവിടെയൊന്നും ഈ അടുത്ത സമയത്തായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മളിവിടെ വേറൊരു യൂണിറ്റ് അടിയന്തരമായി എക്സർസൈസ് ചെയ്യാനുള്ള യൂണിറ്റ് അത് ഇന്നേവരെ തുറന്നു കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഏറ്റവും ഒരു ശോചനീയമായ അവസ്ഥ എന്ന് പറയുന്നത് രോഗികളോടൊപ്പം കൂട്ടിരിക്കാൻ വരുന്ന പാവപ്പെട്ട ആളുകൾ ബാത്റൂമിൽ പോകുമ്പോൾ ഒരാൾ പുറത്തു നിന്ന് അതിന് കുറ്റിയിട്ട ഡോറ് പിടിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ സെക്രട്ടറി അവിടെ വരെ പോയി നോക്കണം. അവിടെ കൂട്ടിരിപ്പിന് പോകുന്ന ഒരാള് ശൗചാലയത്തിൽ പോകണമെങ്കിൽ ആരെങ്കിലും ഒരാളിനെ കൊണ്ടൊന്ന് ഡോറിന് കുറ്റിയിടാൻ പറ്റില്ല, ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. ആ ഡോറ് ആരെങ്കിലും പുറത്തുനിന്ന് പിടിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ സ്വസ്ഥമായി ശൗചാലയത്തിൽ ഇരിക്കാൻ കഴിയൂ. മുൻ നഗരസഭാ ചെയർമാൻ K. പുഷ്പദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥ. അങ്ങനത്തെ സ്ഥാപനത്തിൽ പോവുകയാണ്. ആർക്കും ഉത്തരവാദിത്തമില്ല, ആരും അവിടെ നോക്കുന്നില്ല. എഴുത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോലും അവിടെ വരുന്നില്ല, അന്വേഷിക്കുന്നില്ല. കാരണം എന്താ? അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തക്കുറവ് വളരെ രൂക്ഷമായുണ്ട്. ഒരു കാര്യങ്ങൾക്കും ചെയർപേഴ്സൺ സഹകരിക്കാറില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അജണ്ട ഇവിടെ വെക്കുകയും ചർച്ച ചെയ്യുകയും അത് നേരത്തെ ഭാഷ പറഞ്ഞ 2000 കാര്യം 1995 മുതൽ ഞാൻ കൗൺസിലറാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് പലപ്പോഴും ഞങ്ങള് ഇതുപോലെ പ്രതിപക്ഷങ്ങളും ഭരണപക്ഷങ്ങളും എല്ലാം ഇതുപോലെ നോട്ടീസ് കൊടുത്തെങ്കിൽ ചട്ടം 7 നോട്ടീസ് കൊടുത്തെങ്കിൽ പോലും അതൊന്നും ഞങ്ങൾ അനുവദിക്കാറില്ല. കാരണം നാണക്കേടാണ്. ഭരിക്കുന്ന ആളോ അവർക്ക് വളരെ നാണക്കേടാണ്. കേരളം മൊത്തമുള്ള നാണക്കേടാണ്. അതുകൊണ്ട് ആരെങ്കിലും ചർച്ച ഒരു വേദി ഉണ്ടാക്കി കൊടുക്കാറില്ല. 2095 ചെയർമാനുണ്ട്, ഇന്നുമുണ്ട്. ഒരു ആൾക്ക് ഇതുവരെ അവർ ചർച്ച വന്നിട്ടില്ല. ഭാഷ പറയാൻ വളരെ കറക്റ്റാണ്. അതിന് ഗൗരവം ചെയർപേഴ്സൺ അറിയാൻ പറ്റില്ല, അതിന് ഗൗരവം അറിയത്തില്ല. ഇത്ര മോശപ്പെട്ട ഒരവസ്ഥ കായംകുളം നഗരസഭ ഉണ്ടായെങ്കിൽ ഇനി എങ്ങനത്തെ കാലം മുന്നോട്ട് പോകുന്ന സംശയമാണ്. യോഗത്തിലെ ആദ്യത്തെ അജണ്ട തന്നെ നവംബർ 23-ാം തീയതി കൗൺസിൽ യോഗം വിളിച്ച് തീരുമാനമെടുത്തതിനാൽ രണ്ടാമത്തെ അജണ്ടയിൽ മേലാണ് ചർച്ച നടന്നത്. നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഒരു സ്ഥാപനം എന്ന നിലയിൽ കായംകുളം താലൂക്ക് ആശുപത്രി എന്ന് പറയുന്ന സ്ഥാപനം ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കേണ്ട സ്ഥാപനമാണ്. അവിടെ കൊള്ള നടത്താനല്ല, അവിടെ അഴിമതി നടത്താനല്ല ഒരു പ്രാദേശിക സർക്കാർ ശ്രമിക്കേണ്ടത്. അവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്, ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അവിടെയുണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള അംഗങ്ങളുള്ള ഒരു HMC അവിടെയുണ്ട്. ആ HMCയെ നോക്കുകുത്തിയാക്കി പ്രാദേശിക സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അത് കണ്ടും കേട്ടും നിൽക്കുവാൻ ആ പ്രാദേശിക സർക്കാരിലെ ജനപ്രതിനിധികളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയില്ല.
UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കൗൺസിലർമാരായ AP ഷാജഹാൻ, AJ ഷാജഹാൻ, ബിധു രാഘവൻ, നവാസ് മുണ്ടകത്തിൽ, അൻസാരി കോയിക്കലത്ത്, അഡ്വക്കേറ്റ് അൻഷദ് വാഹിദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അടിയന്തരമായി ആശുപത്രിയിൽ HMC യോഗം വിളിച്ചു ചേർത്ത് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും കോവിഡ് സമയത്ത് ഉൾപ്പെടെ നടന്ന ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുവാനും കൗൺസിൽ തീരുമാനിച്ചു. ആശുപത്രിയിലെ കോവിഡ് സമയത്ത് ഉൾപ്പെടെയുള്ള വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിന് കൗൺസിലർമാരായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, ബിധു രാഘവൻ, അൻസാരി കോയിക്കലേത്ത് എന്നിവർ ഉൾപ്പെടുന്ന ഉപസമിതിയെയും ചുമതലപ്പെടുത്തി. കൗൺസിലർമാരായ ബിജു നസ്രുള്ള, PC റോയ്, R സുമിത്രൻ, അംബിക R, ഗീത P, മിനി സാമുവൽ, ഷീജ റഷീദ്, ലേഖ സോമരാജൻ, PK അമ്പിളി, ഷൈനി ഷിബു എന്നിവരും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.